ഇന്നത്തെ ഉച്ചവരെയുള്ള വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഴയെല്ലാം തോന്നുന്നു, അടിപൊളിയായി, നാളെ ചിങ്ങം ഒന്നാണ്, ഓണമൊക്കെ അടിച്ചു പൊളിക്കാം, എല്ലാവർക്കും ജോലിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പറഞ്ഞത് മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് മഴ തുടങ്ങി. അങ്ങനെ വയലിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കുക. പിന്നെ നമ്മൾ ആ വാഴയുടെ കൂവും പൊടിച്ച് കളയണം കേട്ടോ. അതിന് നിന്ന് കഴിഞ്ഞാൽ ഈ വവ്വാൽ തേൻ കുടിക്കാൻ വന്ന് നമ്മുടെ ഈ വാഴയുടെ കായൽ മൊത്തം അതിൻ്റെ കാൽപ്പാട് വീഴും. അത് പിന്നെ മാർക്കറ്റിൽ ഇടുവാണ്. പിന്നെ കുറച്ച് കരിയേപ്പില നുള്ളണമായിരുന്നു. അങ്ങനെ കരിയേപ്പിലയൊക്കെ നുള്ളി. അപ്പോൾ ഭയങ്കര മഴ വരുന്നു, വീട്ടിൽ കയറി പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോഴും ഇതാ കാണാം, നമ്മളാ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് 2 എണ്ണം തറയിൽ വീണ് കിടക്കുന്നു. അപ്പോൾ ഒരു ചെറിയ മഞ്ഞ കളറൊക്കെ ഉണ്ട്. എന്തായാലും എടുത്തുകൊണ്ട് പോയി ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ഒരെണ്ണത്തിലൊരു ചെറിയ കേട് പോലെ തോന്നി. ഗേറ്റ് പൂട്ടി വെളിയിലിറങ്ങി. ഇത് മഴ അങ്ങ് തുടങ്ങി. പിറ മുഴുവൻ നനഞ്ഞു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ വീട്ടിലോട്ട് കയറിപ്പോയി. ചെന്ന പാടെ മോള് പറഞ്ഞ് നമുക്ക് പാഷൻ ഫ്രൂട്ട് കണ്ടിക്കാമെന്ന്. അപ്പോൾ നമ്മളെ കിട്ടുമുണ്ടല്ലോ, മഴയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ പറഞ്ഞ് നമുക്ക് എന്തായാലും പാഷൻ ഫ്രൂട്ട് കണ്ടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണത്തിൽ ഇത് കുറച്ച് കേടായിരുന്നു. അങ്ങനെ എന്തായാലും ഒന്ന് കണ്ടിച്ച്. പക്ഷേ കണ്ടിച്ചെങ്കിലും അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കണ്ടിച്ചെടുത്ത്. പക്ഷേ അത് കണ്ടിച്ചെടുത്തപ്പോൾ അതിൻ്റെ അകം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ലൈറ്റ് മഞ്ഞ കളർ. സാധാരണ പാഷൻ ഫ്രൂട്ട് നല്ല മഞ്ഞ കളറാണ്, ഇതൊരു ലൈറ്റ് മഞ്ഞ കളറായിരുന്നു. അപ്പോഴേ എനിക്കിത് തോന്നി, കാരണം ഇത് വാടിപ്പഴുത്തത് അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ആ ഒരു പരീക്ഷണം ഞാൻ ചെയ്തില്ല. അതൊന്ന് ടേസ്റ്റ് നോക്കണ പരീക്ഷ എൻ്റെ മോളെ കൊണ്ടാണ് ഞാൻ ചെയ്യിച്ചത്. അങ്ങനെ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇത് ഒരെണ്ണം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഒന്നുകൂടെ പഴുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നേ. അപ്പോൾ ഈ കണ്ടിച്ചത് ഒരെണ്ണം ഞാൻ എടുത്ത് ഒരു പാത്രത്തിലിട്ട് എൻ്റെ മോളടുത്ത് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവളത് കഴിച്ചപ്പോൾ ഉള്ള ആ ഒരു മുഖത്തെ ഭാവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുള്ള ടേസ്റ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ചേച്ചി എനിക്ക് തരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടു ഒരു മൂലയ്ക്കിരുന്ന് വിളിക്കുകയാണ്. അവന് കൊടുത്തില്ല. പിന്നെ ഒരു ദയനീയമായ കാഴ്ച, നമ്മളെ പട്ടിക്കുട്ടികളിൽ 5 എണ്ണം ഉള്ളതിൽ ഇപ്പം 4 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം ചത്തുപോയി. ഈ തണുപ്പൊക്കെ കൊണ്ടായിരിക്കും. എനിക്ക് പക്ഷേ കഷ്ടം തോന്നി. ഒരു രക്ഷയില്ല. എൻ്റെ തള്ള അടുത്തുള്ളതുകൊണ്ട് നമുക്ക് ആ പരിസരത്തോട്ട് ചെല്ലാനേ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ ദൂരെ നിന്നാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.